എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഗോൾഡൻ ഫേഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് പൈസ ചിലവില്ലാണ്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ സലോണിലെല്ലാം പോയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ ഒട്ടും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫേഷ്യൽ യൂസ്ഫുൾ ആവട്ടോ. നല്ലൊരു റിസൾട്ടും ആയിരിക്കും ഈ ഒരു ഫേഷ്യൽ വന്നിട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രിപ്പറേഷനും ആപ്ലിക്കേഷനും എല്ലാം എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. ഈ ഒരു ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് വേണം. പിന്നെ റോ മിൽക്കാണ് കേട്ടോ വേണ്ടത്, പച്ചപ്പാല്. പിന്നെ വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പകരമായിട്ട് നമുക്ക് പച്ചമഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലെൻസ് നമ്മൾ ഫേസിൽ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് അഴുക്കുണ്ട്, അതല്ലെങ്കിൽ മേക്കപ്പ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പും ഡേട്ടും എല്ലാം നന്നായിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് കഴുകി കളയണം കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് നല്ല രീതിക്ക് എൻ്റെ ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കോട്ടൺ ബോളോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, കുറച്ചും കൂടെ എളുപ്പത്തിന്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കൈ നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നമ്മളിനി ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ്സിലൊക്കെ ആവുമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാത്തത്. നിങ്ങൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും മറക്കരുത്. അപ്പം നമുക്കിത് മുഴുവനായിട്ടൊന്ന് മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം അത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒന്ന് വാഷ് ചെയ്യുക, അതില്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്തിട്ടൊക്കെ വരാം. അപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയാവും കേട്ടോ നമ്മുടെ ഫേസ്. നമ്മുടെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ, പുട്ടുപൊടി ഒന്നല്ല. പുട്ടുപൊടിയിലൊക്കെ കുറച്ച് തരി ഉണ്ടാവുമല്ലോ, ഇത് അപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാല് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ പാല് പറ്റില്ലാത്തവരുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ, അതല്ലെങ്കിൽ റോസ് വാട്ടറിലും മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്ലോ ആയിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. പിന്നെ പറയാനുള്ളത്, ആഴ്ചയിൽ 1 മാത്രമേ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 or 2 പ്രാവശ്യത്തിൽ കൂടുതൽ എന്തായാലും ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോസിൻ്റെ മൂക്കിൻ്റെ 2 സൈഡ്, പിന്നെ മൂക്കിൻ്റെ ആ ഒരു സെൻറ്റർ, പിന്നെ നെറ്റിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ലിപ്പിൻ്റെ സൈഡ്, താടി, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് എല്ലാം നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ പറയുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. സ്ലോ ആയിട്ട് സ്ക്രബ് ചെയ്തിച്ചാൽ മതി, സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് സർക്കുലാർ മോഷനിലാണ് നമ്മൾ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് നമുക്ക് നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് മസാജിങ് ക്രീമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മസാജിങ് ക്രീം അല്ലെങ്കിൽ മസാജിങ് ജെൽ എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് തൈരാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹണിയുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 3 നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട്.
അപ്പം ഈ ഒരു തൈരിന് പകരമായിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ മുഴുവൻ സ്റ്റെപ്പിലും നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പൊടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കസ്തൂരി മഞ്ഞൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ യൂസ് ചെയ്യാം, പച്ചമഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതല്ലാണ്ട് നമ്മൾ ഈ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, അതൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മുഖം മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കൊന്നൊരു ഡയറക്ഷനിൽ വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഈ ഒരു പാക്ക് അങ്ങനെ തന്നെ ഫേസിൽ ഇരുന്നോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇത്രയും സ്റ്റെപ്സ് എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ലോണം സ്കിന്നൊന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ 4ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് കുറച്ച് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പൂണിൽ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി, 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസ്, പിന്നെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ പാലോ തൈരോ അതല്ലെങ്കിൽ സാധാരണ വെള്ളമോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മസ്റ്റായിട്ട് നമ്മൾ ചേർത്തിരിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് മുഴുവനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ പതിയെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഗുണങ്ങളും നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് ബാക്കിയുള്ള പാക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് വെച്ചാൽ മതി. അത് ഉണങ്ങിയാലും ശരി ഉണങ്ങിയില്ലെങ്കിലും ശരി 15 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് നേരം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇത്രയും ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ 2 ഇച്ചിരി വെള്ളം നനച്ച് കൊടുത്തിട്ട് ഞാൻ ഫേസ് മുഴുവനായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തുടയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാണ്ട് ഇങ്ങനെ തന്നെ തുടച്ചെടുത്തിട്ടുള്ളത്.
അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പാക്കിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും മിസ് ചെയ്യരുതെന്നുള്ളത്. അത്രയ്ക്ക് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിക്ക് സൺ ടാൻ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു പാക്ക് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഫേഷ്യൽ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആഴ്ചയ്ക്ക് ഇടവിട്ട് ഒരു 3 ദിവസം ഈ ഒരു പാക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്ക് മാത്രമായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ മനസ്സിലായില്ലേ എത്രമാത്രം നല്ലൊരു മാറ്റമാണ് ഫേസിൽ വന്നതെന്നുള്ളത്. അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലായിരിക്കും കേട്ടോ ഈ ഒരു ഫേഷ്യൽ വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫേഷ്യൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട്, ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം. അതിനുശേഷം ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈം നല്ല വെയിലൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നോക്കുക. ഫേഷ്യൽ ചെയ്തതിന് ശേഷം വെയിലൊന്നും കൊള്ളാണ്ട് നോക്കുക കേട്ടോ. പിന്നെ മസ്റ്റായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യണം. പകൽ സമയത്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 50 എബവ് ഉള്ള SPF ഉള്ള ഒരു സൺസ്ക്രീൻ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.